വനം വന്യജീവി സംഘർഷത്തിൽ കേരളത്തിന്റെ ആവശ്യം വീണ്ടും തള്ളി കേന്ദ്രം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്രം പറയുന്നു. കൃഷി നശിപ്പിക്കുന്ന കുരങ്ങന്മാരെ ഷെഡ്യൂൾ 1 മാറ്റണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. റഹീം എംപിക്ക് പാർലമെന്റിൽ നൽകിയ മറുപടിയിലാണ് കേന്ദ്രം ഈ നിലപാട് വ്യക്തമാക്കിയത്. നിയമസഭ പാസാക്കിയ പ്രമേയത്തിന് പ്രസക്തിയില്ല എന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു വെക്കുന്നു. റഷീദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഷീദ്, നേരത്തെ തന്നെ ഈ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും അതില്ലാതാക്കാനുമുള്ള നടപടികൾക്ക് സാമ്പത്തിക സഹായം കേരളം കേന്ദ്രത്തോട് ചോദിച്ചിരുന്നു. പക്ഷേ അത് തരില്ല എന്ന സഭയിൽ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കി. ഇതിനു പുറമെ ഇതാ 2 ജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണം. മനുഷ്യവാസത്തിന് അല്ലെങ്കിൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെയും കുരങ്ങിനെയും ഷെഡ്യൂൾ എയിലേക്ക് ഉൾപ്പെടുത്തി ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം കൂടെ കേരളത്തിന്റെ ഭാഗത്തുണ്ടായി. ഇതും കാര്യമായി നിഷേധിക്കുന്ന നിലപാട് തന്നെയാണ്. ഏതൊക്കെ രീതിയിൽ കേരളത്തെ ദ്രോഹിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം കേരളത്തെ ദ്രോഹിക്കുക എന്ന നിലപാട് തുടരുന്നു കേന്ദ്ര സർക്കാർ. എന്ത് കാര്യങ്ങളാണ് കേന്ദ്ര വനമന്ത്രാലയവും കേന്ദ്ര സർക്കാരും ഇത് സംബന്ധിച്ച സഭയിൽ വ്യക്തമാക്കിയത്? വിനിഷ, രാജ്യത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യില്ലെന്ന ഒരു നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റഹീം എം പി രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് നൽകിയ ഉത്തരത്തിലാണ് ഇത്തരത്തിലുള്ള ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കേരളത്തിലടക്കം വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന കുരങ്ങുകളെ ഷെഡ്യൂൾ 1 തന്നെ നിലനിർത്തിക്കൊണ്ട് സംരക്ഷണം നൽകും. അതോടൊപ്പം കേരളം അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളുടെ വിവിധ ആവശ്യങ്ങളും ഇത്തരത്തിൽ തള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉത്തരവുണ്ടായിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, കേരളത്തിൽ മാത്രം 2011 മുതൽ ഈ വർഷം 2025 വരെ 1523 പേരാണ് വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം കൂടാതെ വിവിധ കാർഷിക വിളകളുടെ വലിയ രീതിയിലുള്ള നാശങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെയും പരിഗണിച്ചുകൊണ്ട് കേരള നിയമസഭ ഐക്യകണ്ഠ്യേന പ്രമേയം പാസാക്കുകയും കാട്ടുപന്നിയെ അടക്കം നിർമ്മിം ചെയ്യണമെന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെയും മറ്റു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വിളകൾക്ക് നാശം സംഭവിക്കുകയും അതോടൊപ്പം മനുഷ്യർ മരിച്ചു വീഴുകയും ചെയ്യുന്ന സമയത്താണ് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഈ നടപടി തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. വിനിഷ. ശരി, റഷീദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വന്യജീവി സംഘർഷത്തിൽ കേരളത്തിന്റെ ആവശ്യം വീണ്ടും തള്ളുകയാണ് കേന്ദ്രം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനാകില്ലെന്നും കൃഷി നശിപ്പിക്കുന്ന കുരങ്ങന്മാരെ ഷെഡ്യൂൾ 1 മാറ്റണമെന്ന ആവശ്യവും അംഗീകരിക്കില്ല എന്നും റഹീം എം പിക്ക് നൽകിയ മറുപടിയിൽ കേന്ദ്രം വ്യക്തമാക്കി.